വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുടെ നാമത്തിൽ വചനം ശ്രവിക്കുവാനായി കാത്തിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുനാമത്തിൻ്റെ ശക്തിയും മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിവാകട്ടെ. ആ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. അന്ധയാചകൻ യേശുവേ ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് യാത്ര നിർത്തി ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ വചനം ശ്രവിക്കുമ്പോൾ ഇതേ സ്വരം ഞങ്ങളും ശ്രവിക്കും എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ള അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുനാമത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ക്രിസ്തുമസ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മംഗളവാർത്താ തിരുനാളിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനഭാഗമാണിത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ മനോഹരമായി പങ്കുവയ്ക്കുന്ന സുവിശേഷ ഭാഗം. ഇന്ന് ധ്യാനിക്കുവാനായി, പങ്കുവയ്ക്കുവാനായി ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അത് 31-ാം തിരുവചനമാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മാതാവും യൗസപിതാവും ഒരുമിച്ച് ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ, ദൈവം പ്രത്യേകമായി നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ്: മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കൃത്യമായി യേശു എന്നുള്ള പേര് നൽകണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ കുഞ്ഞിന് എന്തു പേര് നൽകണം? ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരോട്, നമ്മുടെ ബന്ധുക്കളോട്, അയൽപക്കത്തുള്ളവരോടൊക്കെ മനോഹരമായ ഒരു പേരിന് വേണ്ടി ആലോചന നടത്തും. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും പേര് വളരെ മനോഹരമാണ്. അത് വിളിച്ചു കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷം തോന്നും. പക്ഷേ യേശുനാമം മനോഹരമാണ് എന്നത് മാത്രമല്ല അതിൻ്റെ കാര്യം. യേശുനാമം ഏറെ ശക്തിയുള്ളതാണ്. കാരണം പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ നാമം മനുഷ്യർ നൽകിയ ഒന്നല്ല. മറിയമോ യൗസേപ്പോ അല്ല യേശുവിന് ആ പേര് നൽകുന്നത്, മറിച്ച് അത് പിതാവായ ദൈവത്തിൻ്റെ തീരുമാനമാണ്. യേശു മറിയത്തിൻ്റെ മകനായി ജനിക്കണം എന്ന് പിതാവായ ദൈവം തീരുമാനിച്ചതുപോലെ അവൻ യേശു എന്ന് വിളിക്കപ്പെടണം എന്നുള്ളതും പിതാവായ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു.
അത് സ്വർഗത്തിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഈ നാമത്തിന് വലിയ ശക്തിയുണ്ട്. ഈ നാമമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം, നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്കുള്ള ബലം. ഇവിടെ വന്ന് നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുന്ന ഒരു വ്യക്തി, യേശുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ കഴുത്തിൽ യേശുവിൻ്റെ ചിത്രമുള്ള ഒരു ലോക്കറ്റ് അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം ഇതാണ്: വളരെ ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ ജോലി ചെയ്യുന്നു. 4 or 5 നിലകളിൽ മുകളിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് പിടുത്തം വിട്ട് താഴേക്ക് വീണു. അദ്ദേഹം തൻ്റെ കഴുത്തിലണിഞ്ഞിരുന്ന ആ ലോക്കറ്റിൽ പിടിച്ച് ഉറക്കെ വിളിച്ചു, യേശുവേ. പിന്നീട് കാണുന്ന കാഴ്ച താഴെ മണലിൽ വന്ന് കാലുറപ്പിച്ച് നിൽക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അദ്ദേഹം ആ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ ചിലരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ പണി ചെയ്തിരുന്ന മനുഷ്യരാണ്. അവരെല്ലാം മുൻപിലേക്ക് വന്ന് ഇപ്രകാരം പറഞ്ഞു, ഇത് ഞങ്ങൾ കണ്ടതാണ്. പ്രിയമുള്ളവരെ, യേശു നാമത്തിൻ്റെ ശക്തി ഇതാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. കാരണം ഇത് പിതാവായ ദൈവം നൽകിയ, പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായ ഒന്നാണ്. രണ്ടാമത്, എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ടുള്ള നാമമാണ് യേശുനാമം. അതാണല്ലോ ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അതായത് സകല രാജ്യങ്ങൾക്കും സകല കാര്യങ്ങൾക്കും മുകളിലുള്ള നാമം. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9-ാം തിരുവചനം. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 9-ാം തിരുവചനം. വചനം ഇതാണ്: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. വീണ്ടും 11-ാമത്തെ തിരുവചനം: യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണിത്. പ്രിയമുള്ളവരെ, സകല കാര്യങ്ങൾക്കും സകല ശക്തികൾക്കും മുകളിലുള്ള ഒന്നാണ് യേശുനാമം. ഈ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, യേശുവിൻ്റെ കാലം മുതലേ എത്രയോ മനുഷ്യരാണ് ഈ നാമം ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എത്രയോ മനുഷ്യരാണ് ഈ നാമത്തിൽ ഉറച്ചിരിക്കുന്ന സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ 2000 വർഷങ്ങൾക്ക് ശേഷവും ഇത് നിലനിൽക്കുന്നുവെങ്കിൽ, ഇത്രയധികം പ്രതിസന്ധികളെ, ഇത്രയധികം വേദനകളെ എല്ലാം മറികടന്ന് ഇപ്പോഴും ഈ നാമം നിലനിൽക്കുന്നുവെങ്കിൽ എത്ര ശക്തിയേറിയതാണ് യേശുനാമം എന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാത്തിനും ഉപരിയായുള്ള നാമം. മൂന്നാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിശാചുകൾ തിന്മ കീഴ്പ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ യേശുനാമം ചൊല്ലി പ്രാർത്ഥിക്കണം. ലൂക്കാ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 17-ാം തിരുവചനം. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനം. ആ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു 72 പേരെ അയക്കുന്നതാണ്. വചനം പ്രഘോഷിക്കുവാനായി, ശുശ്രൂഷ തുടരുവാനായി തമ്പുരാൻ 72 പേരെ തെരഞ്ഞെടുത്ത് ഗണങ്ങളായി തിരിച്ചുവിടുന്നു. 10-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള തിരുവചനങ്ങളിൽ അവർ മടങ്ങിയെത്തി യേശുവിനെ എന്തറിയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുക. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. നിന്റെ നാമത്തിൽ പിശാചുകൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അതായത് പിശാചു കീഴ്പ്പെടുന്ന നാമമാണ് യേശുനാമം. അപ്പോൾ യേശു അവരോട് പറയുന്ന ഒരു മറുപടി ഇതാണ്. 18-ാമത്തെ തിരുവചനം. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. അതായത് തിന്മ കീഴ്പ്പെടുക മാത്രമല്ല, പിശാച് കീഴ്പ്പെടുക മാത്രമല്ല, ഇടിമിന്നൽ പോലെ നിലംപതിക്കും. പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരാണല്ലോ നമ്മൾ ഓരോരുത്തരും. കടബാധ്യതകളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ചില തകർച്ചകളുള്ളവരുണ്ട്, ഒറ്റപ്പെട്ട് ഒരുപക്ഷെ ആത്മഹത്യാ ചിന്തയുമായി മുൻപോട്ട് പോകുന്നവരുണ്ട്. ഇതൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളാണ്. ഒരുപാട് തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന ചില സഹനങ്ങളുണ്ട്, പക്ഷേ അതല്ലാത്തതെല്ലാം തിന്മയുടെ സ്വാധീനങ്ങളാണ്. അത് ദൂരെ മാറണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. രോഗമുള്ള ഒരു വ്യക്തി
നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം വിട്ടുമാറട്ടെ. അതുപോലെ ദുഃഖഭാരവുമായിട്ട് ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദുഃഖഭാരം അകന്നു പോകട്ടെ. കാരണം പ്രിയമുള്ളവരെ, തിന്മ കീഴ്പ്പെടുന്നത് ഈ നാമത്തിൻ്റെ ബലത്തിലാണ്. അതിനുശേഷം യേശു ഇപ്രകാരം പറയുന്നുണ്ട്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. യേശുവിൻ്റെ പേരിൽ ആശ്രയിക്കുന്ന മനുഷ്യരാണെങ്കിൽ നമുക്ക് ഒരു അനുഗ്രഹം കിട്ടും, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 16-ാമത്തെ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒരു പക്ഷേ പലതവണ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. അവിടെ പൗലോസും ശീലാസും നടന്നു പോകുമ്പോൾ തിന്മയുടെ ശക്തിയുള്ള ഒരു പെൺകുട്ടി, ഭാവി കാര്യങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ മുൻപിലേക്ക് വരും. എന്നിട്ട് പറയും, ഇവർ കർത്താവിൻ്റെ ദാസന്മാരാണ്, നിങ്ങളോടിവർ രക്ഷയുടെ വചനം പ്രഘോഷിക്കുന്നു. പറയുന്നത് നല്ല കാര്യമാണെങ്കിലും പൗലോസിന് കൃത്യമായിട്ടറിയാം ഈ പെൺകുട്ടിയിലുള്ളത് പരിശുദ്ധാത്മാവല്ല, മറിച്ച് തിന്മയുടെ ശക്തിയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം പൗലോസ് ലീഹ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് ആ പെൺകുട്ടിയോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. അതായത് പിശാച് ഉള്ള ഒരു പെൺകുട്ടിയുടെ മുൻപിൽ പൗലോസ് ലീഹ നിന്നിട്ട് ഇങ്ങനെയാണ് പറയുക, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടുപോവുക. ഉടനെ പിശാച് പോയി എന്നാണ് പറയുക. വീണ്ടും ലൂക്കാസ് സുവിശേഷത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങൾ, അവിടെ യോഹന്നാൻ ഈശോയോട് പറയുന്നൊരു കാര്യം. യേശുവിൻ്റെ മുൻപിലേക്ക് വന്നിട്ട് യോഹന്നാൻ പറയും, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. യോഹന്നാൻ പറയുന്ന കാര്യം ഇതാണ്, നിന്നെ അനുഗമിക്കാത്തൊരു മനുഷ്യൻ യേശു നാമത്തിൽ, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്നു. പ്രിയമുള്ളവരെ, യേശു എന്താണ് പറയുന്നത്? അവനെ തടയേണ്ട. അതിൻ്റെ അർത്ഥം എന്താണ്? മാമോദീസ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും, കത്തോലിക്ക വിശ്വാസി അല്ലെങ്കിൽ പോലും യേശു നാമത്തിൽ പ്രാർത്ഥിച്ചാൽ തിന്മ വിട്ടുപോകും, രോഗങ്ങൾ സുഖമാകും. കാരണം അത് മറ്റൊന്നിൻ്റെയും ശക്തിയല്ല, അത് ആ നാമത്തിൻ്റെ മാത്രം ശക്തിയാണ്. ഞാൻ ആദ്യം പങ്കുവെച്ച ആ അനുഭവം ഓർമ്മിക്കുക. ഇവിടെ വന്ന് വചനം കേൾക്കുന്ന ഒരു മനുഷ്യൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീഴുമ്പോൾ ഉറക്കെ കരയുകയാണ്, യേശുവേ. അത് ആ മനുഷ്യന് രക്ഷയായി. അതുകൊണ്ട് വിജാതീയർക്ക് പോലും രക്ഷ നൽകുന്ന ഒരു നാമമാണ് യേശുനാമം. പിശാചുകൾ തിന്മ കീഴ്പ്പെടുന്ന നാമമാണ് യേശുനാമം. വീണ്ടും രോഗങ്ങളുണ്ടെങ്കിൽ അത് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ വിട്ടുപോകും. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ പത്രോസിനെയും യോഹന്നാനെയുമാണ് ആദ്യം വചനം അവതരിപ്പിക്കുക. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലുന്നു. അപ്പോൾ അവിടെ ജന്മന മുടന്തനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. എല്ലാ ദിവസവും ഈ ദേവാലയത്തിന് മുൻപിലിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ് ഈ മനുഷ്യൻ്റെ ജോലി. ഇദ്ദേഹം ദേവാലയത്തിന് മുൻപിലുണ്ടാകും, ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരും. ഈ മനുഷ്യൻ ഉടനെ തന്നെ കരങ്ങൾ നീട്ടും. അന്നന്ന് ജീവിക്കാനുള്ള വക അയാൾ അങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥിക്കാനായി വരുമ്പോൾ പതിവ് പോലെ ഈ മനുഷ്യൻ കരങ്ങൾ നീട്ടുകയാണ്. ഉടനെ പത്രോസ് ലീഹ ഇപ്രകാരം മറുപടി പറയും. മനോഹരമായ വചനമാണ്, വാക്കുകളാണ്. അത് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. 3-ാം അധ്യായം 6-ാം തിരുവചനം. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയമുള്ളവരെ, പത്രോസ് പറയുകയാണ്, വെള്ളിയില്ല, സ്വർണമില്ല, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് നൽകാനൊന്നുമില്ല, പക്ഷേ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എന്തുണ്ടായി? പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്
അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. നോക്കുക, ജന്മനാ മുടന്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് യേശുനാമത്തിൽ സൗഖ്യം ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. രോഗം വിട്ടുപോകും, അസ്വസ്ഥതകൾ നമ്മെ വിട്ടുപോകും. പ്രിയമുള്ളവരെ, ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് എന്താണ്? ആ മനുഷ്യൻ പിന്നീട് നടക്കുക മാത്രമല്ല, അവൻ്റെ കണങ്കാലുകൾ ബലം പ്രാപിച്ചു, അവൻ കുതിച്ചു ചാടി. ജന്മന നടക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതമാണ്. അതിൻ്റെ പിന്നിലും മറ്റൊരു കാരണവുമില്ല. അത് പത്രോസിൻ്റെ ശക്തിയല്ല, യേശുവിൻ്റെ ശക്തിയാണ്, യേശുനാമത്തിൻ്റെ ശക്തിയാണ്. പിന്നീട് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 4-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത് കൊണ്ട് ഒരുപാട് മനുഷ്യർ ഇവർക്കെതിരായി, ഫരിസേയരും മറ്റ് പ്രധാനപ്പെട്ടവരെല്ലാം ഇവർക്ക് എതിരായി. അപ്പോൾ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗം ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയിർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. മനോഹരമായ ഒരു വചനഭാഗം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പത്രോസ് അത് ധൈര്യത്തോടു കൂടി പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്ത് രോഗവുമായി കൊള്ളട്ടെ, ഒരു പക്ഷേ ക്യാൻസറാകാം, അല്ലെങ്കിൽ മറ്റ് മാരകമായ രോഗങ്ങളാകാം, എന്തുമാകട്ടെ, യേശുനാമം വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ രോഗം നിങ്ങളെ വിട്ടുപോകും. കാരണം വിശുദ്ധ ഗ്രന്ഥം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ധ്യാനിക്കാൻ എത്രയോ വചനഭാഗങ്ങളാണ്. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. വീണ്ടും ഈ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്വർഗം തുറക്കുന്ന, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു നാമം കൂടിയാണ് യേശുനാമം. ഈ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങൾ എന്ത് നിയോഗം വെച്ചാലും അത് തമ്പുരാൻ കേൾക്കും. യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൽ പല ആവർത്തി ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 14-ാം തിരുവചനം യേശു തന്നെ പറയുകയാണ്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. വീണ്ടും 15-ാമത്തെ അധ്യായം 16-ാം തിരുവചനം, വചനം ഇതാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. വീണ്ടും 16-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനം, വചനം ഇതാണ്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇവിടെ തന്നെ ഈ 2-3 അധ്യായങ്ങളിലായി തന്നെ 3 പ്രാവശ്യം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യേശുനാമത്തിൽ എന്തു പ്രാർത്ഥിച്ചാലും അത് നമുക്ക് ദൈവം നൽകും. അവിടെ യാതൊരു നിബന്ധനകളുമില്ല, ഇന്നതേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നില്ല. മറിച്ച് ദൈവഹിതത്തിന് യോജിക്കുന്ന എന്തും യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വീണ്ടും പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, രക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 4-ാം അധ്യായം 12-ാം തിരുവചനം ഒരു പക്ഷേ നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന, പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വീണ്ടും 16-ാമത്തെ അധ്യായം 31-ാം തിരുവചനം, ആദ്യം നമ്മൾ 16-ാമത്തെ അധ്യായം ധ്യാനിച്ചതാണ്. അവിടെ പൗലോസ് ശ്ലീഹ കാരാഗ്രഹ സൂക്ഷിപ്പുകാരന് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ആ മനുഷ്യൻ വന്ന് പൗലോസിനോട് ചോദിക്കും, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? പൗലോസ് ശ്ലീഹ കൊടുക്കുന്ന മറുപടിയാണ് 16-ാമത്തെ അധ്യായം 31-ാം തിരുവചനം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
യേശുനാമത്തിൽ വിശ്വസിച്ചാൽ നീ മാത്രമല്ല, നിന്റെ കുടുംബവും നിന്നോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും രക്ഷ പ്രാപിക്കും. വീണ്ടും ജോയൽ പ്രവചനം 2:32, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. അത് തന്നെയാണ് റോമാലേഖനത്തിൻ്റെ 10:13 കാണുക, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഒരുപാട് ഇടങ്ങളിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണത്. യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ രക്ഷ പ്രാപിക്കും. നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു നാമത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയൂ. ഒരുപക്ഷെ പല മനുഷ്യരെയും സമീപിക്കുന്നവരുണ്ടാകാം, പല പദ്ധതികളും രൂപപ്പെടുത്തുന്നവരുണ്ടാകാം, പക്ഷെ അതിനൊന്നും നമ്മെ രക്ഷിക്കാൻ പറ്റില്ല. യേശുവിൽ ആശ്രയിക്കണം, തമ്പുരാൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യേശുനാമത്തെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ആ നാമം പിതാവായ ദൈവം നൽകിയതാണ്. എല്ലാറ്റിനും ഉപരിയായുള്ള നാമമാണ്. പിശാചുകൾ പോലും കീഴ്പ്പെടുന്ന നാമമാണ്. രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതാണ്. അതുപോലെ സ്വർഗം തുറന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കാരണം യേശുനാമമാണ്. ഒപ്പം ഏത് ജീവിതാവസ്ഥയിൽ നിന്നും, എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഈ നാമത്തിന് കഴിയും. അതുകൊണ്ട് അന്ധയാചകൻ പ്രാർത്ഥിച്ചതുപോലെ, യേശുവേ ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെല്ലാം യേശുനാമം വഴി അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.